എടാ ഈ ടോപ്പ് ഞാൻ എടുത്തോട്ടെ, നല്ല സുണ്ട് എനിക്ക് ഇട്ടിട്ടല്ലേ. എടി ആ ടോപ്പ് ഞാൻ ഇട്ടിട്ടില്ല. ആ അത് കുഴപ്പമില്ല, ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ട് വെയിലത്തൊക്കെ ഇട്ടിട്ട് തരാം, വേറെ പോണൊന്നും ഉണ്ടാവില്ല. അതല്ലടാ, കുഴപ്പമില്ലടാ, ഞാൻ വൈകിട്ട് എത്തിച്ചേക്കാം, പ്രശ്നമില്ല. ഓഫീസിൽ പോയി വന്ന ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് തന്നേക്കാം. അതേ ഇന്ന് ഓഫീസിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പൊ അതിനെ അടിച്ചു വിളിക്കാതെ ഇട്ടിട്ട് നീ എന്തായാലും മേടിച്ചു തന്നായി. ശരിയടാ. ആ കുഴപ്പമില്ല എടുത്തോ. എങ്ങനെ അവളോട് ഞാൻ പറയും? ഞാൻ ഇതുവരെ ഇടാത്ത ടോപ്പാ, മേടിച്ചിട്ട് ആ ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല. എടാ ഈ ടോപ്പ് ഞാൻ ഇട്ടോട്ടെ, ഇന്ന് നല്ല ഭംഗിയുണ്ട് എനിക്ക് ഇട്ടിട്ടല്ലേ. ആ ടോപ്പാ അതവിടെ വെക്കി, അത് പുതിയതാണ്, അത് ഞാൻ ഇട്ടിട്ടില്ല. എടിയോ ഒരു പ്രാവശ്യം ഇട്ടിട്ട് തരാടി അങ്ങട്. അയ്യോ അത് വേണ്ട, ഞാനേ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പൈസക്ക് മേടിച്ച സാധനമാണത്. അപ്പൊ നിനക്കങ്ങൾ ഇടാൻ തരാൻ വേണ്ടിയല്ല ഞാൻ. എന്റെ പൊന്നു മോളെ, സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയോ നല്ലത്. നീ എന്റെ ചുരിദാർ ഇട്ടോ? വേണ്ട, എനിക്ക് നിന്റെയും വേണ്ട, നീ എന്റെ ഇടണ്ട. അങ്ങനെ ഡ്രസ്സ് മാറിയിടുന്ന ഒരു ബന്ധം നമ്മൾ തമ്മിലില്ല. റൂം നമ്മൾ ഷെയർ ചെയ്യണ്, അല്ലാതെ ഡ്രസ്സ് മാറിയിടേണ്ട ആവശ്യമില്ല. നീ അതവിടെ വെച്ചേ, നീ എന്റെ കബോർഡ് ചെക്ക് ചെയ്യണ്ട കേട്ടാ. എടാ മോളെ, ആ എടാ കുട്ടാ, എനിക്ക് റീചാർജ് ചെയ്യോടാ. എനിക്ക് പപ്പ വൈകുന്നേരം പൈസ ഇടും, അന്നേരം ഞാൻ റീചാർജ് ചെയ്ത പൈസ ഇട്ടേക്കാ തിരിച്ച്. എടി അല്ല, പപ്പനോട് ഞാൻ പറഞ്ഞു നീ ചെയ്തോളൂ എന്ന്. പപ്പക്ക് ഭയങ്കര ടെൻഷൻ, പുറത്തിറങ്ങി ഞാൻ വിളിക്കാൻ പറ്റിയില്ലെങ്കിലാന്നൊക്കെ ഓർത്തിട്ടേ. നീ ഒന്ന് ചെയ്യാവോ? ആ ഞാൻ ചെയ്യാ. എടി കഴിഞ്ഞ പ്രാവശ്യം പൈസ ഇല്ലേ? ആ അതും പപ്പ പറഞ്ഞു ഈ പ്രാവശ്യത്തെ പൈസയും കൂടി ചേർത്തിട്ട് ഒരുമിച്ച് ഇടാന്ന്. അപ്പൊ വൈകിട്ടാവുമ്പേക്ക് ഞാൻ പൈസ തന്നേക്കാം, റീചാർജ് ചെയ്തോളേ. ശരിയടാ. തന്നെ ഇതേക്കാം. എടാ കുട്ടാ, എനിക്കൊരു 399 റീചാർജ് ചെയ്ത് തരുമോ? റീചാർജാ? ഇല്ല. അതെന്താടാ? വൈകുന്നേരം പപ്പ പൈസ അയക്കുമ്പോ അങ്ങോട്ട് അയച്ചു തരാടാ പ്ലീസ്. കഴിഞ്ഞ പ്രാവശ്യം നീ പറഞ്ഞ് റീചാർജ് ചെയ്യ്, ഞാൻ പൈസ തരാന്ന് പറഞ്ഞിട്ട് നീ തന്നാ ഇല്ല. എടാ കുട്ടാ, അത് രണ്ടും കൂടി ചേർത്ത് ഇന്ന് തരാന്നേ, നീ ഒന്ന് റീചാർജ് ചെയ്യ്. വേണ്ട മോളെ, ഒരു പ്രാവശ്യം ചെയ്തതിന്റെ പൈസ നീ തന്നിട്ടില്ല, പിന്നെയും ചെയ്യാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെ പറഞ്ഞ പപ്പ പൈസ ഇടുമ്പോ അങ്ങോട്ട് തരാന്ന്, എന്നിട്ട് പപ്പ പൈസ ഇട്ടില്ലേന്നാവോ? എനിക്ക് തന്നിട്ടില്ല. എന്റെ പൊന്നു മോളെ, 1,00,000 രൂപയൊന്നും ഇല്ല, വെറും 399 രൂപയുള്ളൂ. 399 രൂപ ഉള്ളെങ്കിലേ എനിക്കത് വലിയ പൈസ തന്നെയാണ്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണതാണ്, അതുകൊണ്ട് തന്നെ എനിക്കത് അങ്ങനെ വെറുതെ കൊടുക്കാൻ പറ്റൂല. എന്റെ പൊന്നോ വേണ്ട. സോറി മോളെ, ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ അങ്ങനത്തെ പൈസയുടെ കാര്യമൊന്നുമില്ല. നീ ആ പൈസ തന്നാ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി റീചാർജ് ചെയ്ത് തരാം. പക്ഷെ റീചാർജ് ചെയ്ത് തന്നാല് എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ പൈസ കിട്ടണം, അത്രേ ഉള്ളൂ. എടാ വൈകിട്ട് നമുക്ക് ഹിന്ദി സിനിമ കിട്ടാലോ, ദുരന്തർ. അടിപൊളിയാന്ന് എല്ലാരും പറയുന്നുണ്ട്, പോയാലാ? ഹിന്ദി സിനിമയാ? ആ അതെ, അപ്പുറത്തെ റൂമിൽ എല്ലാരും പോയി കണ്ട്, നല്ല സിനിമയാന്ന് പറയുന്നുണ്ട്. നമുക്ക് നൈറ്റ് ലൈഫ് ഒക്കെ ആസ്വദിച്ച് ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാം. എടി അത് നീ ഒന്നും പറയണ്ട, നാളെ സൺഡേ അല്ലേ, നമുക്ക് അടിച്ചു പൊളിക്കാന്ന്. ഇന്ന് രാത്രി നമുക്ക് മറൈൻ ഡ്രൈവ് ഒക്കെ പോയിട്ടൊന്ന് തകർത്തിട്ട് വരാം. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ സിനിമക്ക് പോയിട്ട് രാത്രിയൊക്കെ കറങ്ങി ഇടുന്നതിന് അച്ഛൻ്റെ ചേട്ടൻ്റെ ചീത്തേട്ടാണ്. എങ്ങനെ ഇവളോട് ഞാൻ പറയും ഞാൻ വന്നില്ലെന്ന്? എടി അപ്പൊ പോവാലോ അല്ലേ? ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അപ്പൊ വൈകിട്ട് നമുക്കൊരു 6 മണി കഴിയുമ്പോഴേക്ക് ഇറങ്ങാം. ഞാൻ വരാം. അപ്പൊ ടിക്കറ്റിന്റെ പൈസ ഒന്ന് ഗൂഗിൾ പേ ചെയ്തേക്കണേ. ഇട്ടേക്കാം. എടാ മോളെ, നമുക്ക് വൈകിട്ട് ഹിന്ദി സിനിമക്ക് പോയാലാ? എന്താ പറയണ? എടി ഞാൻ ഇല്ലട്ടാ ഹിന്ദി സിനിമ, എനിക്ക് ഇഷ്ടമല്ല, എനിക്കൊന്നും മനസ്സിലാവൂല. പിന്നെ ഞാൻ വെറുതെ വന്നിരിക്കാൻ നിനക്ക് വേണ്ടി, അതെനിക്ക് പറ്റൂല. എടി വാടി, നമുക്ക് അത് കഴിഞ്ഞിട്ട് നൈറ്റ് ലൈഫ് ഒക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് അടിച്ചു പൊളിച്ചു വരാം. എടി അത് നടക്കണ കാര്യമല്ല. അന്ന് 7 മണി ഇതേപോലെ തന്നെ സിനിമക്ക് പോയിട്ട് 10 മണിയായപ്പോ ഇറങ്ങിയിട്ട് നിങ്ങൾ മറൈൻ ഡ്രൈവിൽ പോവാന്ന് പറഞ്ഞു. അവിടെ പോയിരുന്ന് ആൾക്കാരെ മുഴുവൻ ചീത്തയും കേട്ട് എന്താ ആവശ്യമിരിക്കുന്നത്? എനിക്ക് ആ കറക്റ്റ് സമയത്തൊക്കെ ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് മൈഗ്രൈൻ ഉള്ളതാണ്, എനിക്ക് തലവേന വരും. ഞാൻ ഇല്ല, നിങ്ങൾ പോയിക്കോ, നീ അപ്പുറത്ത് ആരെങ്കിലും വിളിച്ച് പോയിക്കോ. എന്തുവാടി ഒരു ഫ്രണ്ട്സിന് വേണ്ടി ഇത്രയും കൂടി ശരി, ഫ്രണ്ട്സ് ഒക്കെ ശരി, പക്ഷെ നിനക്ക് വേണ്ടി എന്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കാനും നിന്റെ ഇഷ്ടങ്ങൾ നോക്കി ജീവിക്കാനും എനിക്ക് പറ്റൂല. എന്നെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നീ എന്റെ ഫ്രണ്ട് ആയിട്ടിരുന്നാൽ മതി, അത്രേ ഉള്ളൂ.